സ്കിന്നിലും ബോഡിയിലും സ്റ്റൈലിലും ഒക്കെ ഒരു മാറ്റം വരുത്തി പുതിയൊരാളാവണം. ഇതൊരിക്കലും നടക്കില്ല എന്ന് തോന്നിയവരോടും എങ്ങനെ തുടങ്ങണം എന്നറിയാത്തവരോടും ഞാൻ പറയുകയാണ്, ഈ പ്ലാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. വെൽക്കം ബാക്ക് ടു വീണാസ് നോച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസോ അല്ലെങ്കിൽ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ 4 ആഴ്ചത്തെ ഒരു പ്ലാനാണ്. അതായത് ഓരോ ആഴ്ചയും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനാണ്. ഇതിൽ ആദ്യത്തെ ആഴ്ചത്തെ പ്ലാനിന്റെ പേരാണ് ഫൗണ്ടേഷൻ ആൻഡ് ഡീടോക്സ്. ഈ ആദ്യത്തെ ആഴ്ചത്തെ പ്ലാനിൽ ആക്ച്വലി 3 പാർട്ട് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാർഡ്രോബിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി ഒരു പുതിയ വാർഡ്രോബ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആക്ച്വലി നമ്മുടെ വാർഡ്രോബിൽ നമ്മളുടെ സ്റ്റൈലുമായിട്ട് തീരെ ചേരാത്ത ചില പീസസ് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സസ് ഉണ്ടാവും. ചിലപ്പോൾ ഓർണമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് വെയർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള എല്ലാ സാധനത്തിനെയും നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ സ്റ്റൈലുമായിട്ട് ചേരാത്തത്, നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ ഇടാൻ പറ്റില്ല, നമുക്ക് പുറത്ത് കാഷ്വലായിട്ട് ഇടാൻ പറ്റില്ല, അങ്ങനെയൊക്കെ തോന്നുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി വെയിറ്റ് വെച്ചത് കാരണം നമുക്ക് തീരെ ഇടാൻ പറ്റാത്തതായിട്ട് തോന്നുന്ന, നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ അല്ലാത്ത തോന്നുന്ന കുറച്ച് പീസസ് ഉണ്ടാവും. കുറച്ച് ഡ്രസ് പീസസ് ആയിക്കോട്ടെ, ആക്സസറീസ് ആയിക്കോട്ടെ, ഫുഡ് വെയർ ആയിക്കോട്ടെ, ബാഗ് ആയിക്കോട്ടെ. ഇങ്ങനെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ തീരെ ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള എല്ലാ സാധനത്തിനെയും നമ്മൾ മാറ്റുക. ഡേ ടു ഡേ ലൈഫിൽ തീരെ ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റും കൂടിയാണ്. ഇപ്പോൾ ആക്ച്വലി ചൂട് കാലമാണ്. ഇപ്പോൾ തീരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. ആ സാധനത്തിനെയും നമ്മൾ മാറ്റുക. നമുക്ക് എപ്പോഴും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ പോലും നമ്മളുടെ ഈവൻ ചൂടോ തണുപ്പോ അതൊക്കെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ചും കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടും കൂടി അലൈൻ ചെയ്യുന്ന, നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് സ്റ്റൈലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഡ്രസ്സിനെയും, ബാക്കിയുള്ള എല്ലാ ആക്സസറീസിനെയും, ബാക്കിയുള്ള ബാഗിനെയും ഫുഡ് വെയറിനെയും ഒക്കെ വാർഡ്രോബിൽ നിന്ന് മാറ്റുക. ആദ്യത്തെ ആഴ്ച ചെയ്യേണ്ടുന്ന നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ബോഡി വർക്കൗട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ബോഡി വെയിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിനാദ്യം വേണ്ടത് ആഴ്ചയിൽ എല്ലാ ദിവസവും 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ബോഡി വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെക്കുക. വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ ആദ്യത്തെ ആഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ഒരു 5-10 മിനിറ്റ് വെറുതെ നടക്കാൻ പോവാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ബോഡിയിൽ ആക്ച്വലി നമ്മൾ വർക്കൗട്ട് എന്ന് തോന്നുന്ന, ബോഡിക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു എന്ന് തോന്നുന്ന, ചെറിയ രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്ന എന്ത് ഇതിൽ വേണമെങ്കിലും ആക്ച്വലി 5-10 മിനിറ്റ് എല്ലാ ദിവസവും നമ്മൾ മാറ്റി വെക്കും. അത് വേണമെങ്കിൽ ഡാൻസ് ആവാം, എന്തെങ്കിലും ഗെയിംസ് ആവാം, അതോ അല്ലെങ്കിൽ ബോഡി അനങ്ങി ചെയ്യുന്ന വീട്ടിലുള്ള എന്തെങ്കിലും പണികളാവാം. ഇനി അടുത്തത് ആദ്യത്തെ ആഴ്ച ചെയ്യാവുന്ന ഒരു കാര്യം സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്കിൻ കെയറിന് നമ്മൾ ക്ലെൻസ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ 3 കാര്യങ്ങൾ മാത്രം ചെയ്ത് സിമ്പിളായിട്ട് പോവുക. ഇനി ഈ 3 കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ആയിരിക്കണം. അതായത് നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യുക, ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ഓയിൽ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇനി അതല്ല നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ക്രീമി ആയിട്ടുള്ളൊരു ക്ലെൻസർ യൂസ് ചെയ്യുക, ക്രീമി ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ക്രീമി ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ യൂസ്. ബോഡി വർക്കൗട്ടിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഷുഗർ, ഡയറ്റിൽ നിന്ന് ഷുഗർ ഒന്ന് കട്ട് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ ഹൈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഭയങ്കരമായിട്ട് പുറത്തുനിന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡ്സ് ഒക്കെ തൽക്കാലം ഒന്ന് അവോയ്ഡ് ചെയ്യുക. സെക്കൻഡ് വീക്ക് പ്ലാൻ ലെവലപ്പ് യുവർ വർക്കൗട്ട് ആൻഡ് വാർഡ്രോബ്. ആദ്യത്തെ ആഴ്ച നമ്മൾ ചെയ്തത് വാർഡ്രോബ് ഒന്ന് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ആക്ച്വലി ബേസിക് ആയിട്ടുള്ള പീസസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ 2 കളറിലുള്ള ഔട്ട്ഫിറ്റ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് മേ ബി ബേസിക് ആയിട്ടുള്ളൊരു ടീഷർട്ട് ആവാം ബ്ലാക്കിൽ വൈറ്റ്, അതല്ലെങ്കിൽ ഷർട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഷർട്ട് ബ്ലാക്ക് ഷർട്ട് വൈറ്റ് ഷർട്ട് ആവാം. ഇനിയല്ല കുർത്ത യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബ്ലാക്ക് കുർത്ത വൈറ്റ് കുർത്ത ആവാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ജീൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ജീൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയതായിട്ട് ആക്ച്വലി ഡ്രസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയൊന്നും കയ്യിൽ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ ആക്സസറീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ചെറുതായിട്ടുള്ള ടൈംലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗോൾഡൻ കളറിലുള്ള ഒരു ഇയറിങ്, അല്ലെങ്കിൽ സിൽവർ കളർ, കൂൾ ടോൺ ഉള്ളവരാണെങ്കിൽ സിൽവർ കളറിലുള്ള ഒരു ഇയറിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും പേൾ ഇയറിങ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൂപ്സ്, അതല്ലെങ്കിൽ ഒരു വാച്ച്, അതല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു നെക്ക് പീസ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള പീസസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പീസസ്, അങ്ങനെ ഒക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇയറിംഗ് എങ്കിലും വാങ്ങാൻ പറ്റും എല്ലാവർക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വർക്കൗട്ടിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വർക്കൗട്ടിൽ ആക്ച്വലി നമ്മൾ ആദ്യത്തെ ആഴ്ച ഒരു 5-10 മിനിറ്റോ ആണ് വർക്കൗട്ടിന് വേണ്ടി അല്ലെങ്കിൽ ബോഡി ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, ബോഡി മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതെങ്കിൽ ഈ ഒരാഴ്ച ഒരു 3-4 ദിവസം, ഈ ആഴ്ചയിലെ 3-4 ദിവസം ആക്ച്വലി കുറച്ചും കൂടെ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെക്കുക.
ഹൈ ഇൻറ്റൻസിറ്റി ഇൻ ദ സെൻസ് നമുക്ക് പ്ലാങ്ക് ചെയ്യാം, അതല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ചും കൂടെ സ്കിപ്പ് ചെയ്യുന്നത് പോലത്തുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയുള്ള എന്തെങ്കിലും ബേസിക് കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു 3-4 ദിവസം അതിൻ്റെ കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റി കൂട്ടി വരിക, ഒരു ഹാഫ് ആൻ അവർ ആക്കി മാറ്റുക. ഹാഫ് ആൻ അവർ 3-4 ദിവസം മാത്രം ആഴ്ചയിൽ ഇത് ചെയ്യുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ ആദ്യത്തെ ആഴ്ച ചെയ്തതുപോലെ മാത്രം ചെയ്യും. ഇനി സ്കിൻ കെയറിന്റെ കാര്യത്തിൽ ആദ്യത്തെ ആഴ്ച നമ്മൾ ക്ലെൻസിങ് മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ആണ് നമ്മൾ നോക്കിയതെങ്കിൽ ഈ ആഴ്ച നമുക്കൊരു എക്സ്ഫോളിയേറ്റിംഗ് റൂട്ടീനും കൂടെ കൊണ്ടുവരാം. അതായത് ആദ്യമായിട്ട് എക്സ്ഫോളിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ ജെന്റിലായിട്ടുള്ള കെമിക്കൽ പീൽസ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ഒക്കെ വീക്ക്ലി വൺസ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന പോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ എക്സ്ഫോളിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് കുറച്ചും കൂടെ ഡ്രൈ ആവുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ഹൈലറോണിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള സിറംസ് യൂസ് ചെയ്യാം. അത് ആരുടെ സ്കിന്നിനെയും പ്രത്യേകിച്ച് ഒരു തരത്തിലും ഇറിറ്റേറ്റ് ചെയ്യാത്തതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ ഈ സെക്കൻഡ് വീക്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടി കൊടുക്കാം. അതായത് മുട്ട കഴിക്കുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും പയർ, പൾസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നത്, അത് കൂട്ടി കൊടുക്കാം. അതേപോലെ തന്നെ പോർഷൻ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാം. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് ഫുഡിൻ്റെയും കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെ ചെയ്തോ അത് അതുപോലെ തന്നെ തുടരണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ പോർഷൻ ഒന്ന് കൺട്രോൾ ചെയ്യണം. എന്ത് കഴിക്കുന്നതിനെയും കഴിക്കുന്ന സാധനങ്ങളുടെ അളവ് കുറച്ച് കുറയ്ക്കണം. ഒരു പ്ലേറ്റ് ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ആ പ്ലേറ്റിന് അതിൻ്റെ പകുതിയാക്കുക. അതല്ലെങ്കിൽ ഒരു ഹാഫ് പ്ലേറ്റാണ് ഇതുവരെ കഴിച്ചതെങ്കിൽ അത് ഒരു 1/4 ഭാഗമാക്കുക. അത് ഏത് ഭക്ഷണത്തിലാണെങ്കിലും ആ ഒരു കാര്യം കൂടി ചെയ്യാൻ നോക്കുക. ഇനി മൂന്നാമത്തെ ആഴ്ച നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺഫിഡൻസ് ആൻഡ് റിഫൈൻമെന്റ് എന്നുള്ള പ്ലാനാണ്. അതായത് വാർഡ്രോബിന്റെ കാര്യത്തിൽ നമ്മൾ മുമ്പ് ഡ്രസ്സസിലാണ് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ ഇത്തവണ നമുക്ക് ആക്ച്വലി ഫുഡ് വെയർ, ഹാൻഡ് ബാഗ്, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ, ഈ 3 കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. ഫുഡ് വെയറിൽ ആക്ച്വലി എല്ലാത്തിൻ്റെയും കൂടെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ ന്യൂഡ് കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ആയിട്ടുള്ള ഫുഡ് വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫുഡ് വെയർ ഉണ്ടെങ്കിൽ അത് മാത്രമാക്കി നമ്മൾ കീപ്പ് ചെയ്യുക. ആൻഡ് ബാക്കിയുള്ള കളേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. ആൻഡ് ദെൻ ഹാൻഡ് ബാഗിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പീസ് മാത്രം നമ്മൾ കയ്യിൽ വെക്കുക. അത് ന്യൂട്രൽ കളർ പാലറ്റിൽ നിന്നുള്ളതാവാം. അതായത് ഒന്നുകിൽ ബ്രൗൺ ആവാം, അല്ലെങ്കിൽ വൈറ്റ് ആവാം, അല്ലെങ്കിൽ ന്യൂഡ് ആവാം, അല്ലെങ്കിൽ ബ്ലാക്ക് ആവാം. ഇനി അടുത്തത് ഹെയർ. കൂടുതൽ പേർക്കും പ്രശ്നമുള്ള ഒരു ഏരിയ ആണ് ഹെയർ എന്ന് പറയുന്നത്. കൂടുതൽ പേർക്കും അത് ഫ്രിസി ആവുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ഹെയറിൻ്റെ കാര്യത്തിൽ ഒന്ന് റിഫ്രഷ്ഡ് ആയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഹെയറിൻ്റെ ആക്ച്വലി തുമ്പ്, അതായത് അതൊന്ന് എപ്പോഴും അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് റിഫൈൻഡ് ആക്കി സൂക്ഷിക്കുക. ഇനി ഹെയർ കട്ട് ഒന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കൂടി കുറച്ചൊന്ന് റിഫ്രഷ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഹെയർ ഒന്ന് ട്രിം ചെയ്ത് അതിൻ്റെ എൻഡ് സ്പ്ലിറ്റൻസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തി, എൻഡൊക്കെ വളഞ്ഞല്ല കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തി ഒന്ന് അലൈൻഡ് ആക്കി കൊണ്ടുവരിക. ആൻഡ് ഓൾസോ ഇനി സ്ട്രെയിറ്റ്നറിലോ അല്ലെങ്കിൽ കേളറിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ബേസിക് ആയിട്ടുള്ള ഒരു ചീപ്പിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ കൂടുതൽ പേരും വൈറ്റ് ടൂത്ത് കോംബ് യൂസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ കുറച്ച് നോർമൽ ഒരു സാധാരണ ചീപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വൈറ്റ് ടൂത്ത് കോംബോ കൊണ്ട് ആക്ച്വലി നിങ്ങളുടെ മുടിയിൽ ഉടക്കെടുത്തതിന് ശേഷം കുറച്ചും കൂടി ഒരു ഹെയർ ബ്രഷ് പോലെയുള്ള, അതായത് നോർമൽ നമ്മൾ ബ്രഷ് പോലെ യൂസ് ചെയ്യുന്ന ഹെയർ ബ്രഷസ് ഉണ്ട്, അത് വാങ്ങാം. അത് വാങ്ങിയിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ മുടി ചീകാൻ നോക്കുക. ആൻഡ് ഓൾസോ ഒരു ബേസിക് ആയിട്ടുള്ള ഹെയർ സിറമിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ തന്നെ ഒരുവിധം മുടിയൊക്കെ നന്നായിട്ടിരിക്കും. ആൻഡ് ഓൾസോ പിന്നീട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മുടി തോർത്തുമ്പോൾ, കുളി കഴിഞ്ഞിട്ട് മുടി തോർത്തുന്ന സമയത്ത് നോർമൽ ടവൽ വെച്ച് തോർത്തുന്നതിന് പകരം നിങ്ങൾ ഒരു ബേസിക് ടീഷർട്ടിലോ അല്ലെങ്കിൽ ഒന്ന് മൈക്രോ ഫൈബർ ടവലിലോ, ഇതിലേതെങ്കിലും ഏതായാലും മതി. മൈക്രോ ഫൈബർ ടവൽ വാങ്ങാൻ കാശില്ലാത്തവരാണെങ്കിൽ നോർമലി ഒരു ബേസിക് ടീഷർട്ട് വാങ്ങിയിട്ട് അത് വെച്ചിട്ട് ചെയ്താലും മതി. അത് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് മുടിയുടെ ഫ്രിക്ഷൻ കുറയ്ക്കുകയും ഫ്രിസിനെസ് കുറയ്ക്കുകയും ചെയ്യും. ഇനി ദിവസവും പുറത്ത് പോകുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷന് പോകുന്നവരായിക്കോട്ടെ, പോകുന്നതിന് മുമ്പ് കുളിക്കാൻ വേണ്ടി നിൽക്കാതെ തലേ ദിവസം തന്നെ നിങ്ങളുടെ കുളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ, തല കുളിക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ എയർ ഡ്രൈ ചെയ്ത് ഹെയർ നന്നായിട്ട് വെക്കാം. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കുറച്ചും കൂടെ റിഫ്രഷ്ഡ് ലുക്കിൽ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട് ഹെയർ കിടക്കുന്നുണ്ടാവും. നെക്സ്റ്റ് വർക്കൗട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച ചെയ്തതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഈ ഒരു ആഴ്ചയും തുടർന്നുകൊണ്ട് പോയാൽ മതിയാവും. പക്ഷെ കുറച്ചും കൂടെ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, കാർഡിയോസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിന്നെടുത്ത് നിന്നുകൊണ്ട് തന്നെ ജോഗ് ചെയ്യുന്ന പരിപാടി അങ്ങനത്തെ ചെയ്യുക. അങ്ങനത്തെ ഉള്ള വർക്കൗട്ട്സിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് എല്ലാ ദിവസവും ആക്കി വെക്കുക. അതായത് മുമ്പ് കഴിഞ്ഞ ഒരു സെക്കൻഡ് വീക്കിൽ 3-4 ദിവസത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഇത് എല്ലാ ദിവസവും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫുഡിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക ഈ ഒരാഴ്ച. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഹോൾ ന്യൂട്രിയൻസ്, അതായത് ഹോൾ ആയിട്ടുള്ള സീഡ്സ് ആണെങ്കിലും ഹോൾ ഓട്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. ന്യൂട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ള മീൽസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നന്നായിട്ട് ഹെൽത്തി ആണെന്ന് തോന്നുന്ന അത്തരം ഫുഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ജങ്ക് ഫുഡ്സ് ഒക്കെ മുമ്പേ തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരാഴ്ച നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ ന്യൂട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡിലേക്ക് മാത്രം
കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി സ്കിൻ കെയറിന്റെ കാര്യത്തിൽ മുമ്പ് 2 ആഴ്ചയും നമ്മൾ പറഞ്ഞ സ്കിൻ കെയർ ഒക്കെ അതുപോലെ തന്നെ നിലനിർത്തുക. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആന്റി ഏജിങ് ആണ് നോക്കുന്നതെങ്കിൽ, അതായത് 25+ ആയിട്ടുള്ള ആൾക്കാർക്ക് റെറ്റിനോൾ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, റെറ്റിനോൾ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സോ അല്ലെങ്കിൽ സിറംസോ അങ്ങനെ എന്തിനെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കുറച്ചും കൂടി ബ്രൈറ്റനിങ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ, അതായത് പ്രഗ്നൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഫീഡിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊന്നും റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നയാസിനമൈഡ് പോലുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്ത് തന്നെ ചെയ്താലും കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ആഴ്ച നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. കഴിഞ്ഞ 2 ആഴ്ച ചെയ്തപോലെ ഈ ആഴ്ചയും ആക്ച്വലി കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഇത് റെറ്റിനോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആക്ച്വലി 1-2 ദിവസങ്ങളിൽ മാത്രം അത് യൂസ് ചെയ്യുക. നയാസിനമൈഡ് ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. മുമ്പ് നമ്മൾ യൂസ് ചെയ്ത് വന്നിരുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്തിരുന്ന വന്നിരുന്ന ഒരു റുട്ടീൻ്റെ കൂട്ടത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ദിവസവും അലൈൻ ആയി പോകുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ് നയാസിനമൈഡ്. ഇനി നമ്മുടെ ലാസ്റ്റ് വീക്ക് പ്ലാൻ ആണ്. ലാസ്റ്റ് വീക്ക് അഥവാ 4th വീക്ക്. ഈ 4th വീക്കിൽ നമ്മുടെ പ്ലാന്റെ പേര് ഫുൾ ഗ്ലോ അപ്പ് ആൻഡ് ഫുൾ ട്രാൻസ്ഫോർമേഷൻ. കഴിഞ്ഞ 3 ആഴ്ച ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്തത് ഡ്രസ്സിലും ആക്സസറീസിലും ഫുഡ് വെയറിലും ഒക്കെ ആണെങ്കിൽ ഈ ഒരാഴ്ച കുറച്ചും കൂടി നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് റുട്ടീൻ ഉണ്ടാക്കിയും കൂടെ എടുക്കണം. ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് റുട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമലി കണ്ണ് എഴുതുന്നവരാണെങ്കിൽ, അതായത് കണ്ണ് വാട്ടർ ലൈനിൽ മാത്രം എഴുതുന്നവരാണെങ്കിൽ വാട്ടർ ലൈനിൽ എഴുതുന്നത് കുറച്ചും കൂടെ പുറത്തേക്ക് എഴുതാവുന്നതാണ്. ഇനി പുറത്ത് നന്നായിട്ട് കട്ടിക്ക് എഴുതുന്നവരാണെങ്കിൽ അത് കുറച്ചും കൂടെ സട്ടിലാക്കി ഒന്ന് സ്മോക്കി ഒന്ന് സ്മഡ്ജഡ് ലുക്കാക്കി കൊടുക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഒരു മസ്കാര യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുക. ലിപ്സ്റ്റിക്കിൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരിക. ലിപ് ടിൻറ്റിലേക്കോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേരുന്ന ഷെയ്ഡ്സിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് അതൊന്ന് അതിൽ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ നെയിൽസിന്റെ കാര്യം, അതായത് നെയിൽ എപ്പോഴും ക്ലീൻ ആൻഡ് ടൈഡി ആണെന്ന് ഉറപ്പ് വരുത്തുക. നെയിൽ പോളിഷ് ഇടുന്നവരാണെങ്കിൽ കയ്യിൽ ആക്ച്വലി എപ്പോഴും നന്നായിട്ട് നെയിൽ പോളിഷ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതായത് പൊളിഞ്ഞു പോയിട്ടില്ല, പകുതിക്ക് വെച്ച് നിൽക്കുന്നില്ല, അങ്ങനെയൊന്നും ആയിട്ടിരിക്കുന്നില്ല, നന്നായിട്ടിരിക്കുകയാണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഇടാത്തവരാണെങ്കിൽ നെയിൽ ആക്ച്വലി നന്നായിട്ട് ഫയൽ ചെയ്ത് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട സെന്റ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പെർഫ്യൂമിന്റെ സ്മെല്ലെന്ന് പറയുന്നത് ഫ്ലോറൽ ആണോ, ഫ്രൂട്ടി ആണോ, സ്വീറ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ സ്റ്റൈലിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പെർഫ്യൂമിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് ആക്ച്വലി ഹൈ എൻഡ് ഒന്നും ഞാൻ പറയുന്നില്ല. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് പെർഫ്യൂംസ്, നല്ല പെർഫ്യൂംസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഇനി പുറത്തൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ടൈംലെസ് ആയിട്ടുള്ള എല്ലാ സമയത്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഡ്രസ്സസിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. തൽക്കാലം നിങ്ങൾ ട്രെൻഡ്സ് ഒക്കെ വിട്ടുപിടിക്കുക. അതായത് ട്രെൻഡ്സിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്ന പരിപാടികൾ ആക്ച്വലി നമുക്ക് ചെയ്യാം. നിങ്ങൾ ഈ ഒരു ഗെയിമിൽ കുറച്ചും കൂടെ ഒന്ന് മാറി വരുമ്പോൾ, കുറച്ചും കൂടി സോഫിസ്റ്റിക്കേഷൻ വരുമ്പോൾ, ഇപ്പോൾ ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള ടൈംലെസ് ആയിട്ടുള്ള എല്ലാ കാലത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സിലും പ്രിന്റ്സിലും ഫാബ്രിക്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ ന്യൂട്രൽ പീസസിലേക്ക്, ന്യൂട്രൽ കളേഴ്സിലേക്ക് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. എല്ലാ കാലത്തും സ്റ്റൈലിൽ നിൽക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ്ങിൻ്റെ ഒരു പാറ്റേണിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നെക്സ്റ്റ് വന്നിട്ട് വർക്കൗട്ടിൻ്റെയും ബോഡി ഡയറ്റിൻ്റെയും കാര്യമാണെങ്കിൽ അതിനകത്ത് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ 3 ആഴ്ചയും ചെയ്തുകൊണ്ട് വന്നതിൻ്റെ ഒരു പ്രോപ്പർ അലൈൻമെൻറ്റ് ഉണ്ടാക്കുകയാണ് ഈ ഒരാഴ്ച ചെയ്യുന്നത്. അതായത് നമ്മൾ ഏറ്റവും ആദ്യത്തെ ആഴ്ച ഒരു 5 മിനിറ്റ് സ്ട്രെച്ചിങ്, 5 മിനിറ്റ് വാക്ക് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി അത് അലൈൻ ചെയ്ത് കുറച്ചും കൂടി ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി നമ്മൾ ഈ ഒരു വീക്കിൽ ഒന്നിപ്പിക്കണം. അതായത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒരു ചെറിയ രീതിയിലുള്ള കാർഡിയോ ഒക്കെ ചെയ്ത് ഒന്ന് വാമപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനുശേഷം ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടിലേക്ക് പോവുക. ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് ഭയങ്കര പാടുള്ള വർക്കൗട്ട്സ് ഉണ്ടാവും, ഭയങ്കര ഈസി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒരു അലൈൻമെന്റ് വരുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു 1/2 മണിക്കൂർ കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് അങ്ങനെ 1/2 മണിക്കൂർ ആക്ച്വലി എല്ലാ ദിവസവും ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അതായത് നിങ്ങൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഈ ഒരു കാര്യത്തിലേക്ക് ആക്ച്വലി ഇപ്പോൾ ശീലത്തിലായിട്ടുണ്ടാവും. ഇതിനൊന്ന് അലൈൻ ചെയ്ത് കൊണ്ടുവരിക, എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വലിയ മടുപ്പില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിനെ അപ്പോൾ കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ഓൾസോ ഡയറ്റിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന 3 ആഴ്ച ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരാഴ്ചയും ചെയ്യാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എവിടെയാണ് റിഫൈൻ ചെയ്ത് കൊണ്ടുവരേണ്ടതെന്ന് ശ്രദ്ധിക്കാം. അതായത് നിങ്ങൾക്ക് സ്വീറ്റ് ക്രേവിങ്സ് പിന്നെയും വരുന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള മധുരം കഴിക്കാം. അതായത് ഫ്രൂട്ട്സിൽ നിന്നുള്ള മധുരം, കുറച്ചും കൂടി മേ ബി ഡേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അതല്ല ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മേ ബി ഷുഗർ ഫ്രീ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ചെറുതായിട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം. കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ചെറിയ രീതിയിലൊക്കെ അത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാം. അങ്ങനെ നിങ്ങളെ ആക്ച്വലി കുറച്ചും കൂടി ഒന്ന് സോഫിസ്റ്റിക്കേറ്റഡ് ആയി നിങ്ങളുടെ എനർജിയിലുള്ള മാറ്റത്തിനെ ഒക്കെ ഒന്ന് ലെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ മീലിനെ ആക്കിയെടുക്കാനും പറ്റും. ഇനി സ്കിൻ കെയറിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾ ആക്ച്വലി പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കഴിഞ്ഞ 3 ആഴ്ചയും ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. അതായത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ റുട്ടീനുമായിട്ട് അത് എങ്ങനെ അലൈൻ ചെയ്യുന്നു എന്ന് നോക്കിയിട്ട്
അത് കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. എനിക്കറിയാം കുറച്ച് പേർക്കെങ്കിലും ആക്ച്വലി ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടായിരിക്കും ആദ്യത്തെ ദിവസങ്ങളിൽ. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു റുട്ടീനിലായിട്ടുണ്ടാവും. ആ റുട്ടീനിൽ കറക്റ്റായിട്ട് എപ്പോഴൊക്കെ എന്തൊക്കെ വേണം എന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ലൈഫിനനുസരിച്ചിട്ട് ഇതിനെ ഒന്ന് അലൈൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതിയാവും ഈ ഒരാഴ്ച. നിങ്ങളുടെ സ്കിന്ന് ഓൾറെഡി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫേസിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ സ്കിന്ന് കുറച്ചും കൂടെ ഓയിലി ആവും, ചിലപ്പോൾ സ്കിന്ന് കുറച്ചും കൂടെ ഡ്രൈ ആവും. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ആക്ച്വലി സ്കിന്ന് കാണിച്ചേക്കാം. അതിനെ കുറച്ചും കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിന് വേണ്ടത് എന്താണ് എന്നനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ ഈ എമൗണ്ട് ഒന്ന് കൂട്ടിയും കുറച്ചും കൊണ്ടുവരിക. ഇനി ഈ 4 ആഴ്ച കഴിഞ്ഞ് ആക്ച്വലി നിങ്ങൾ ഒന്ന് പുറത്തിറങ്ങി നോക്കൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായിക്കോട്ടെ, എല്ലാവരും നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് നിങ്ങളുടെ എനർജി മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ ഫേസ് മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ സ്കിന്ന് മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ ഓവറോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് അവരൊക്കെ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.